നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് എന്ത് നാർത്തരവും കാണിക്കാമെന്ന് വീണ്ടും നാട്ടിലെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസുകാരുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ പൈസ കൊടുത്തിട്ട് ഒരു സാധുവായ അമ്മയുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നു. പല എഡിറ്റഡ് ഭാഗമായിട്ടാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സാധുവായ ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. എന്ത് വിരോധാഭാസമാണല്ലേ ഈ മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത്. കോൺഗ്രസിന് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. കാരണം അടുത്ത ഇലക്ഷന് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവിടെ വിജയിക്കാൻ സാധ്യത 100%. ആ 100% വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് വളർന്നിരിക്കുന്ന ശോഭ സുരേന്ദ്രനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ? എന്റെ തമ്പുരാനെ, കുണ്ടിമ്മക്കൊരുതോ കേട്ടിട്ട് ഇത് അമ്മാതിരി കുരു കയറി പൊള്ളിയിട്ട് എന്ത് പറയണം ഏത് പറയണം എന്ന് ജെറുസലേമെന്ന് പോലുള്ള ചേച്ചിക്ക് അറിയാത്തൊരവസ്ഥ. അതായത് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു സ്ത്രീയെ പൈസ കൊടുത്തിട്ട് ഒരു പാവം അമ്മയുടെ അടുത്തോട്ട് കുത്തിക്കയറ്റി വിട്ട് ശോഭാജി, ഭാവി കേരള മുഖ്യമന്ത്രി ആവേണ്ട ശോഭാജിക്കെതിരെ കോൺഗ്രസ് ജിഹാദി കൂട്ടങ്ങൾ, തീവ്രവാദി ജിഹാദി കൂട്ടങ്ങൾ ചെയ്ത പരിപാടിയാണെന്ന്. ഇതിൻ്റെ താഴെ വന്നിട്ട് ജയ് 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 ശ്രീരാം വിളിക്കുന്ന സകല വാണചങ്കികളെ പച്ചക്ക് ഫോട്ടോയും വീഡിയോസും തേങ്ങി മാങ്ങി തിരിച്ചും മറച്ചും മുല്ലപ്പൂ വരെ വെച്ച ചേച്ചിയുടെ ഏതൊക്കെ ആംഗിൾ ഉണ്ടായിട്ടുള്ള ആംഗിളുകളൊക്കെ പുറത്ത് വന്നിട്ടും ഇങ്ങനെ കിടന്ന് മെഴുകണമെങ്കിൽ അതിൻ്റെ പേരാണ് ചങ്കി. അതിൻ്റെ പേരാണ് ചങ്കി. ഇനി എൻ്റെ തമ്പുരാനെ ചിരിച്ച് മണ്ണ് തപ്പാന്നൊക്കെ ഉണ്ട്. ചിരിച്ച് എന്താണോ തപ്പേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല. ഏതായാലും ചേച്ചി പറഞ്ഞിട്ടുള്ള ആ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ആ ചേച്ചി, സിമി ചേച്ചിയിലെ പാവം മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടുന്നോ വന്നിട്ട് ഈ ശോഭൻ്റെ കൂടെ നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അതിനെല്ലാവരും കൂടെ പിടിച്ചിട്ട് എന്താക്കി? കോൺഗ്രസ് അനുഭാവിയാക്കി. ജിഹാദി കൊങ്ങികളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഇമ്മാതിരി പരിപാടി ചെയ്യുന്ന വെറും ഒരു ജിഹാദി ചേച്ചിയാക്കി മാറ്റി. ഏതായാലും ഈ ചേച്ചിയാണല്ലോ, ആ ചേച്ചിയല്ലേ? ചേച്ചി തന്നെ, പോണ ചേച്ചിയുടെ വെള്ള ചുരിദാർ കാണാം, ചേച്ചിയുടെ തലയിൽ വെച്ച പൂക്കൾ കാണാം, എല്ലാം കാണാം. അതേ ചേച്ചി ഇപ്പുറത്ത് വന്നപ്പം അതേ ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ആര്? ശോഭാജിയുടെ കാറിൽ. അതേ ചേച്ചി, അതേ കാറ്, അതേ തലമുടി, അതേ മുല്ലപ്പൂവ്, അതേ വെള്ള ചുരിദാർ. എന്നിട്ടും വന്ന് ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ കാണിക്കുന്ന ചിന്തിക്ക്. ഈ ചാണക ബുദ്ധി അല്ലാണ്ട് മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് ചിന്തിക്ക്. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ശോഭാജി വരെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ശോഭാജിയുടെ സകലം അട്ടപടലം മുഞ്ചിട്ടുള്ള ശോഭാജിനെ നമ്മൾ കണ്ടത്. ഏതായാലും ശോഭാജിയുടെ മെഴുകൽ നമുക്കൊന്നുകൂടെ കേൾക്കാം. എന്നിട്ട് എല്ലാവരും കൂടെ നമുക്കിങ്ങനെ ചിരിക്കാം. ആകമൊത്തം മുഞ്ചിയല്ലോ, അടപടലം മുഞ്ചിയല്ലോ, ആകമൊത്തം മുഞ്ചിട്ടിപ്പം അടപടലിരിപ്പാണല്ലോ. ഒരു സംശയം ചോദിക്കട്ടെ. ഈ കാറിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ശോഭ സുരേന്ദ്രൻ ഇരിക്കുന്ന കാറിൽ ആ പണം നൽകുന്ന സ്ത്രീയാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്നു. കാരണം അവര് മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ക്ലാരിറ്റി വരുത്താമോ? അല്ല, അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുക? എന്റെ കാറിലില്ലാത്ത തെളിവുണ്ട് ശോഭ സുരേന്ദ്രൻ. അവരിട്ട, അതായത് ആ പണം നൽകിയ സ്ത്രീ ഇട്ട അതേ ഡ്രസ്സും അതേ സ്ത്രീ താങ്കളുടെ കാറിൽ ഇരിക്കുന്നതിന്റെ തെളിവുണ്ട്, ആ ദൃശ്യമുണ്ട്. അപ്പൊ അതിനർത്ഥം സൈബർ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് ആണെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ താങ്കൾ ആ കാറിലുള്ളത് അത് AI ആണോ? എന്റെ കാറിൽ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത് ഞാനും ശ്രീമതി പ്രമിള ശശിധരനുമാണ് ഡ്രൈവറും. വേറെ ഒരാളും ഞങ്ങളുടെ കാറിനകത്തില്ല. ഈ പ്രമീള ശശിധരനാണോ പണം നൽകിയത്? എങ്ങനെ പ്രമീള ശശിധരൻ? എനിക്ക് തോന്നുന്നത് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഈ കാറിൽ AI മറ്റേ ക്യാമറകൾ എടുക്കുമ്പോൾ ഒരാളൊക്കെ എക്സ്ട്രാ വരുന്ന അതുപോലെ വന്നതായിരിക്കാൻ ആ ചാൻസ്. ഈ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഫോണിൽ എന്തോ പരിപാടിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൻ എന്തോ ഒരു AI അവിടെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പൈസ കൊടുക്കുന്നത് അതേ ചേച്ചിൻ്റെ ഫിഗറും അല്ല അതേ ചേച്ചി ഈ കാറിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. മുല്ലപ്പൂ വരെ വെച്ചിട്ട് വല്ലാത്തൊരു AI മുല്ലപ്പൂ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. കേട്ടോ, മുല്ലപ്പൂ വരെ അവിടെ ഉണ്ട്. വെള്ള സാരി, വെള്ള ചുരിദാർ, വെള്ള ചേച്ചി, വെള്ള മുല്ലപ്പൂ,
കയ്യിലെ പച്ച ഫോണ് ഒന്നും മിസ്സായിട്ടില്ല ചേച്ചി. സകലമാന AI ക്രിയേഷൻസ്. ഈ AI ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കും. നാളെ ശോഭാജിനെ കാണിച്ചിട്ട് ഇത് ശോഭാജി അല്ലേ, ശോഭാജിൻ്റെ ക്ലോണാണ് AI എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരൂലേ. ശോഭാജി ചോദിച്ചാൽ എത്ര വലിയ കാര്യമാണ്, സത്യമല്ലേ? എന്താണെങ്കിലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇനി ശോഭാജിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം അതല്ല, എനിക്ക് എൻ്റെ ഉള്ളിലും ഭയങ്കരമായിട്ട് സങ്കടം വന്ന ശോഭാജിൻ്റെ ഈ ഒരു കാര്യത്തിൽ. അത് കേട്ട് നോക്കുക. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ചെല്ലണം. ചേച്ചി അത് അവിടെ പെമ്പിള്ളേരുടെ മേലെ അല്ലെ, പെമ്പിള്ളേരെ നോക്കിയിട്ട് സെക്ഷലി ഹരാസ്മെന്റ് ആക്ഷൻസ് അവൻ കാണിച്ചത് 3 വട്ടം അവൻ കാണിച്ചത്. ആ ശോഭാജി കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോയും കാണുക. ഇവൻ കാണിക്കാൻ നോക്കി. ഒരു വ്യക്തിയുടെ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. അല്ലല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാത്ത കാര്യം ഈ കുട്ടി എവിടെ നിങ്ങളുടെ തേങ്ങയിലെ എത്ര 3 വട്ടാണോ ഓൻ ഫോൺ ഇങ്ങനെ വെച്ചിക്കുക, ഓൻ കൈയോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സെക്ഷൽ ഹരാസ്മെന്റ് അല്ലേ? സെക്ഷലി ഹരാസ്മെന്റ് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സെക്ഷലി ഹരാസ്മെന്റ് ആണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, റോട്ടുമെന്ന് ആർക്കും ടാറ്റ കൊടുക്കാതെ നിൽക്കരുത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് BJP-ക്കാരെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷലി ഹരാസ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും കോൺഗ്രസ്സുകാരെ നാട്ടിൽ ആരും കാണിക്കരുതല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ശോഭാജിനെ പോലത്തെ ആൾക്കാരെ മുമ്പ് പോയി കാണിച്ചാൽ അതിൻ്റെ അടിച്ചിട്ടില്ല, എൻ്റെ അണ്ണപ്പല്ലുകൾ തെറിച്ചാളൂ. ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഇനി പഞ്ചമുച്ചം അടക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം, ജിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ കേട്ടോ. അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും കാണിക്കാൻ പാടില്ല. ഏതാണെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് മെഴുകുന്ന പാലക്കാടൻ കുണ്ടൻ്റെ മെഴുകലൊന്ന് കേട്ടുകൾ. ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാമോ? അല്ല, ഒരു മിനിറ്റ്. ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലുമോ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാമോ? അല്ല ഗുണ്ട, അതല്ലേ ഗുണ്ട അത്. ശോഭാജിയുടെ കാറിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ചേച്ചി, സിമി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രതിനിധി അല്ല എന്ന് പറയാൻ പറ്റുമോ? അത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നൊക്കെ പറയാൻ പറ്റുമുണ്ടാ? ആ ചേച്ചി ഇതാ പോണ്, ആ ചേച്ചി ഇതാ കൊടുക്കുന്നു, ചേച്ചി കയ്യിൽ നിന്ന് എടുക്കുന്നു, മറ്റേ ചേച്ചിയുടെ കയ്യിൽ മറ്റേ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു, അവിടെ തിരിച്ചു വരുന്നു, വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിടിച്ച സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നു, ശോഭാച്ചി വന്ന് ഡോറടിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ശോഭയും ഈ പറഞ്ഞ സിമിയൊന്നും പാലക്കാട് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ അനുഭാവികളും അനുചാരകരൊന്നും അല്ലേ? എന്തുട്ടാ കൊണ്ടായി വർത്താനം പറഞ്ഞു കൊടുക്കണേ ജി? എന്ത് കുണ്ടം പരിപാടി? ശാഖയിൽ മാത്രമല്ല, ഇവിടൊക്കെ വന്ന് അടിയോടടി കുണ്ടനടിയോടടി. ഒരു രക്ഷയില്ല, ഒരു പരിപാടിക്കും വിട്ടുകൊടുക്കില്ല. ഏതാണെങ്കിലും ഇപ്രാവശ്യം മാധ്യമങ്ങൾ ഒന്നായിട്ട് ശോഭാജിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇത് ബിഗ് ടിവിൻ്റെ എന്താ പറയുക റിപ്പോർട്ടർ എന്നുകൊണ്ട് ചോദിച്ച മറുപടികളൊക്കെ ഒന്നും മെച്ച. അതും കൂടെ കേട്ടു നോക്കുന്നത്. നിങ്ങളാണ് തെളിയിക്കേണ്ടത്, മാധ്യമങ്ങൾ. നോക്കൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം കാറിൽ കയറുന്നതുണ്ടോ? ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ആ സ്ത്രീ എന്റെ കാറിൽ നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല. അപ്പൊ പിന്നെ ഇത് മുഖല്ലേ? കാറിൽ ഇരുന്നതിന്റെ മോന്തി ഇതല്ലെങ്കിൽ അപ്പൊ ഇത് മുഖമില്ലാത്ത മനുഷ്യനാണോ ചേച്ചി? ഞങ്ങൾക്കൊക്കെ ഇത് മുഖം കാണാലോ. ഇനി ചേച്ചിയുടെ മുമ്പിൽ ചിലപ്പോൾ പ്രേതമായിട്ടെങ്ങാനും പ്രത്യക്ഷപ്പെട്ടതാണെങ്കിലും മുഖം കാണിക്കാത്ത രീതിയിൽ ചേച്ചിനെ കുറ്റം പറയാൻ പാടില്ല. വലിയ വിശ്വാസിയല്ലേ? ചിലപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് ചേച്ചി. ഇതിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്, ഇവരെന്തോ നമ്മളെ ചെയ്തിട്ടുണ്ട്. മൊത്തത്ത് പറഞ്ഞ ആകമൊത്തം മുഞ്ചല്ലോ, അടപടലം മുഞ്ചല്ലോ, ആകമൊത്തം മുഞ്ചിട്ടിപ്പം താനിച്ചൊന്നും ഇരിപ്പാണല്ലോ.
പാട്ടൊന്നും വരുന്നില്ല. ഏതായാലും ചേച്ചി അടപടലം പെട്ടു, ചേച്ചിയുടെ കൂടെയുള്ളവർ പെട്ടു. പാലക്കാട്ടുകാരെ നിങ്ങളെങ്കിലും പെടാണ്ടിരിക്കുക. ഇവർ പലതും പറയും, പല പരിപാടികളും ഗിമിക്കുകളും കാണിക്കും. നമ്മുടെ വിശ്വഗുരു അവിടെ കാണിക്കുന്ന ഗിമിക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതൊക്കെ ടൈപ്പിലാണ് കാണിക്കാറുള്ളത് നിങ്ങൾ കാണാറില്ലേ? അതിനേക്കാൾ വലിയ ഗിമിക്ക് ഇവിടെ കേരളത്തിൽ കാണിക്കും. അതിനിപ്പം ചിലപ്പം കിറ്റായിട്ടാണെങ്കിലും, ചിലപ്പം പൈസ ആയിട്ടാണെങ്കിലായിരിക്കും, ചിലപ്പം എന്താ പറയുക സാരി ആയിട്ടാണെങ്കിലായിരിക്കും, ചിലപ്പോൾ മദ്യക്കുപ്പികളായിട്ടാണെങ്കിലായിരിക്കും. ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടികൾ അല്ലേ? ഇതല്ലാണ്ട് രാഷ്ട്രീയം പറയാൻ നമ്മളെ കൊണ്ട് അറിയാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് 4 വോട്ട് വാങ്ങട്ടെ. വോട്ട് നാളെ ശ്രദ്ധിച്ചും കണ്ടു പറഞ്ഞൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ അടപടലം മുഞ്ചല്ലോ, ആകമൊത്തം മുഞ്ചിപ്പം മറിക്കുന്നു.